അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 ചൊവ്വാഴ്ച. കേരളമടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR-ന് ഇന്ന് തുടക്കം. ബൂത്ത് തല ഓഫീസർമാർ വീടുകൾ കയറി എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുന്ന പ്രക്രിയ ഡിസംബർ 4 വരെയാണ്. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് 1 മാസം കരട് പട്ടികയ്ക്ക് മേൽ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കാം. 3 മാസം നീളുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി 7-ന് പൂർത്തിയാകും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR ഇപ്പോൾ നടപ്പാക്കുന്നത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസിയെയും തിരഞ്ഞെടുത്തു. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം. ഭ്രമയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംല ഹംസിയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെയും മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫെമിനിറ്റി ഫാത്തിമയെയും തിരഞ്ഞെടുത്തു. പ്രേമലുവാണ് മികച്ച ജനപ്രിയ ചിത്രം. മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ മുഹമ്മദിനെ തിരഞ്ഞെടുത്തു. ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ചിദംബരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. ടോവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം. മഞ്ഞുമൽ ബോയ്സിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനമെഴുതിയ റാപ്പർ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവും നേടി. ശബരിമല കട്ടളപ്പാളി കേസിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നാണ് SIT സംഘം കോടതിയെ അറിയിച്ചത്. കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും പോറ്റി നടത്തിയത് വിശ്വാസവഞ്ചനയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുതിർന്ന CPM നേതാവ് EP ജയരാജനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിശുസഹജമായ നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വസ്തുതാപരമായ ആവിഷ്കാരത്തിന് പ്രസക്തിയുണ്ട്. സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിന്റെ കഥ കൂടിയാണ് പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം പ്രകാശനം ചെയ്ത് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തിയടക്കം തുറന്നു പറയുന്നതാണ് CPM നേതാവ് EP ജയരാജന്റെ ഇന്നലെ പ്രകാശനം ചെയ്ത ആത്മകഥയായ ഇതാണെന്റെ ജീവിതം എന്ന് റിപ്പോർട്ടുകൾ. താൻ പങ്കെടുക്കാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് വിഷയം ആദ്യം ചർച്ച ചെയ്തതെന്നും ഇക്കാര്യത്തിലടക്കം തനിക്ക് നേതൃത്വത്തോട് പരിഭവമുണ്ടെന്നും തന്റെ പ്രയാസം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നതായും EP ജയരാജൻ ആത്മകഥയിൽ കുറിച്ചിട്ടുണ്ട്. കണ്ണൂർ മൊറാഴയിലെ വൈദേകം ആയുർവേദ റിസോർട്ട് വിവാദത്തിൽ പാർട്ടി നേതൃത്വത്തോട് അമർഷം പ്രകടിപ്പിച്ചുവെന്നും ആത്മകഥയിലുണ്ട്. മകനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP ശ്രമിച്ചുവെന്ന് EP ജയരാജന്റെ ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥയിൽ പരാമർശം. BJP നേതാവ് പലതവണ മകനെ ഫോണിൽ വിളിച്ചുവെന്നും എന്നാൽ അവൻ ഫോൺ എടുത്തില്ലെന്നും താൻ BJP നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്നും ജയരാജന്റെ ആത്മകഥയിൽ പറയുന്നു. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി EP ജയരാജൻ നടത്തിയ പ്രസ്താവനകളോട് ആദ്യമായി പ്രതികരിച്ച് DC രവി. മൌനം ഭീരുത്വം അല്ലെന്ന് DC രവി പറഞ്ഞു. ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ വ്യക്തമാകുന്ന സത്യങ്ങൾ മാത്രമേയുള്ളൂവെന്നും DC രവി പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥ വിവാദങ്ങളിൽ ആദ്യമായാണ് DC രവി പ്രതികരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് അസാധാരണ നീക്കവുമായി രാജ്ഭവൻ. സാധാരണഗതിയിൽ വിജ്ഞാപനം ഇറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്.
ഇതിനെ മറികടന്നാണ് ഗവർണറുടെ നീക്കം. നിലയ്ക്കലിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യത്തിലേക്കെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാട്ടുകാർക്കും ശബരിമല തീർത്ഥാടകർക്കും പ്രയോജനം വരത്തക്ക രീതിയിലാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് 12 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. NDA പ്രകടന പത്രികയിലേക്ക് യുവാക്കൾ, കർഷകർ, സംരംഭകർ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാവാൻ താൽപര്യമുള്ളവരിൽ നിന്ന് അഭിപ്രായം തേടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നാട് നന്നാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ നിലപാടുകളും ആശയങ്ങളും BJPയുമായി പങ്കുവയ്ക്കുവാനും QR കോഡ് സ്കാൻ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാനും BJP സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട 19-കാരിയായ പെൺകുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാണ് മന്ത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വർക്കലയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ ആക്രമണത്തിനിരയായ 19 വയസ്സുകാരിക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ. തലച്ചോറിൽ ചതവുണ്ടെന്ന് കണ്ടെത്തിയെന്നും സർജിക്കൽ ICUവിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളതെന്നും വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോഴും നൽകുന്നുണ്ടെന്നും പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർ ജയചന്ദ്രൻ പ്രതികരിച്ചു. ചികിത്സയിൽ തൃപ്തിയല്ലെന്ന യുവതിയുടെ അമ്മയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി. ട്രെയിനിൽ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രിയോടും KC വേണുഗോപാൽ കത്തിലൂടെ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം ഉദ്ഘാടനത്തിനിടെ പുഴയിലേക്ക് വീണു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിനിടെയാണ് വാഹനം പുഴയിലേക്ക് വീണത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്നും നാളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർക്കാണ് വോട്ട് ചേർക്കാൻ അവസരം ലഭിക്കുക. സപ്ലിമെന്ററി പട്ടിക ഈ മാസം 14-ന് പ്രസിദ്ധീകരിക്കും. സ്ഥാനമാറ്റത്തിനും പേരൊഴിവാക്കുന്നതിനും അപേക്ഷ നൽകാം. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 ടാക്സി ഡ്രൈവർമാർ പിടിയിൽ. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ വീഡിയോയിൽ നിന്ന് ഇവരെ പോലീസ് തിരിച്ചറിയുകയായിരുന്നു. ഈ വീഡിയോ ആണ് പ്രതികളെ തിരിച്ചറിയുന്നതിൽ നിർണായകമായത്. സംസ്ഥാനത്ത് ആദ്യമായി വന്യമൃഗാക്രമണം ചെറുക്കുന്നതിനായി സ്വന്തം നിലയിൽ പ്രതിരോധ സേനയ്ക്ക് രൂപം നൽകി അതിരപ്പിള്ളി പഞ്ചായത്ത്. 710 രൂപ ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രദേശവാസികളായ 16 പേരെയാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചത്. പ്രത്യേകം അഭിമുഖം നടത്തി തെരഞ്ഞെടുത്ത ഇവർക്ക് വനം വകുപ്പിന്റെ സഹകരണത്തോടെ 15 ദിവസത്തെ പരിശീലനം നൽകിയ ശേഷമാണ് നിയമിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ലോക്സഭ സെക്രട്ടേറിയറ്റ്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ കേരള സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഷാഫി പറമ്പിലിന്റെയും കൊടിക്കുന്നിൽ സുരേഷ് MPയുടെയും പരാതികളിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി. CPI പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രാജിവെച്ചു. CPI വിട്ടുവെന്നും പാർട്ടിയുടെയും AIYFന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ അറിയിച്ചു. നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഒട്ടനവധി പരാതികൾ CPI സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണെന്നും എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീനാദേവി പറഞ്ഞു.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരം കേരളത്തിൽ നിന്ന് 4 പേർക്ക്. CI റാങ്കിലുള്ള ആസാദ് MP, ശിവകുമാർ VR, സുമേഷ് TP, ബിനീഷ് ലാൽ KV എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. രജത ജൂബിലി നിറവിലെത്തിയ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ അഥവാ കിഫ്ബിയുടെ ആഘോഷ പരിപാടികൾ ഇന്ന് വൈകിട്ട് 6-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സുവനീറും ഇംഗ്ലീഷ് മലയാളം കോഫി ടേബിൾ ബുക്കും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പദ്ധതി നിർവഹണ ഏജൻസികൾ, കരാറുകാർ, മത്സര വിജയികൾ തുടങ്ങിയവർക്കുള്ള പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. വിഴിഞ്ഞം കരിച്ചയിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി കിണറ്റിൽ ചാടി ജീവനൊടുക്കി. പുല്ലുവിള കരിച്ചൽ കല്ലുവിള ശാരദാ സദനത്തിൽ അർച്ചനേന്ദ്രയാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ സഹോദരൻ ഭുവനേന്ദ്രനും കിണറ്റിൽ വീണിരുന്നു. ഇയാളെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. മുതിർന്ന പൌരന്മാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് 3000 കോടിയിലധികം രൂപ തട്ടിയെടുത്ത ഡിജിറ്റൽ അറസ്റ്റ് കേസുകളുടെ വ്യാപ്തിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി സുപ്രീംകോടതി. കർശനവും കഠിനവുമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകുമെന്നും ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുമെന്നും കോടതി വ്യക്തമാക്കി. നഗരത്തിലെ മാലിന്യ സംസ്കരണം കൂടുതൽ ഫലപ്രദമാക്കാൻ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിക്ക് രൂപം നൽകി ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്. തെരുവുകളിൽ മാലിന്യം തള്ളുന്നവരുടെ വീഡിയോ പങ്കിടുന്നവർക്ക് 250 രൂപ പ്രതിഫലം നൽകുക എന്നതാണ് പുതിയ പദ്ധതി. കർണാടകയിലെ ചിക്കനായകനഹള്ളിയിൽ തെരുവ് നായിയോട് കൊടും ക്രൂരത. ബംഗളൂരു ചിക്കനായകനഹള്ളിയിലെ തൊഴിലാളികൾ കഴിയുന്ന ഷെഡിന് സമീപത്ത് നായയെ ഒരു സംഘം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരിലെ മൃഗസംരക്ഷണ പ്രവർത്തകയുടെ പരാതിയിലാണ് ക്രൂരത പുറം ലോകം അറിയുന്നത്. ജയ്പൂരിലെ ലോഹ മണ്ടിയിൽ ഡംപർ ലോറി 17 വാഹനങ്ങളിലേക്ക് ഇടിച്ചുകയറി 12 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹർമാഡ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. റോഡ് നമ്പർ 14-ൽ നിന്ന് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവെ പെട്രോൾ പമ്പിനടുത്ത് ലോറി നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമായത്. രാജ്യത്ത് അശ്ലീല വീഡിയോകൾ നിരോധിക്കാൻ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ സുപ്രധാന പരാമർശവുമായി സുപ്രീംകോടതി. നേപ്പാളിൽ ഭരണ അട്ടിമറിയിലേക്ക് നയിച്ച ജൻസി പ്രതിഷേധങ്ങൾ പരാമർശിച്ചായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായ് മറുപടി നൽകിയത്. സോഷ്യൽ മീഡിയ നിരോധിച്ചതുകൊണ്ട് നേപ്പാളിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തായിരുന്നു അതിന്റെ ഫലമെന്നും എല്ലാവരും കണ്ടതല്ലേ അതെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ബീഹാറിൽ 1ാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ NDA ഇന്ത്യ സഖ്യ നേതാക്കൾക്കിടയിൽ വാക്പോര് കടുക്കുന്നു. പാശ്ചാത്യാഘോഷങ്ങൾ ഏറ്റെടുക്കുന്ന RJD ഛഠ് പൂജയെ അപമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. 20 കൊല്ലമായി ബീഹാറിൽ ഒന്നും ചെയ്യാനാകാത്ത NDA കള്ളപ്രചാരണം നടത്തുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂർ അടക്കം 121 സീറ്റുകളിലേക്കുള്ള പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുക. ഇന്ത്യ മുന്നണി നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും തേജസ്വി യാദവിനെയും കുരങ്ങന്മാരെന്ന് വിളിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ യോഗി ആദിത്യനാഥ്. ഈ നേതാക്കന്മാരെ പപ്പു, ടപ്പു, അക്കു എന്നീ പേരുകൾ വിളിച്ചാണ് ആദിത്യനാഥ് അപമാനിച്ചത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ദർഭംഗയിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു ആദിത്യനാഥ്. രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ജനാധിപത്യത്തിന് വെല്ലുവിളിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും MP-യുമായ ശശി തരൂർ. കുടുംബമഹിമയ്ക്കല്ല മറിച്ച് കഴിവിനായിരിക്കണം ജനാധിപത്യത്തിൽ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബമഹിമ അടിസ്ഥാനമാക്കി അധികാരം നിർണയിക്കുമ്പോൾ ഭരണത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധങ്ങളുടെ പരീക്ഷണം സംബന്ധിച്ച് നൽകിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ വിശദീകരണവുമായി ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. ട്രംപിന്റെ ഉത്തരവിൽ അണുസ്ഫോടനങ്ങൾ ഉൾപ്പെടുന്നില്ലെന്നും പകരം സിസ്റ്റം പരിശോധനകൾ മാത്രമാണ് നടത്തുകയെന്നും US വ്യക്തമാക്കി.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ വെടിനിർത്തൽ നടപ്പായെങ്കിലും പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി ഒഴിയുന്നില്ല. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. താഴ്ന്ന വരുമാനക്കാരായ 42 ദശലക്ഷം അമേരിക്കക്കാർക്ക് ഭക്ഷ്യസഹായത്തിനുള്ള തുക ഭാഗികമായി നൽകാനാകൂവെന്ന് വൈറ്റ് ഹൌസ് കോടതിയിൽ അറിയിച്ചു. പൊതുസേവനങ്ങളെ തളർത്തുന്ന സർക്കാർ അടച്ചുപൂട്ടൽ റെക്കോർഡ് ദൈർഘ്യത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. നിലവിൽ 8 അമേരിക്കക്കാരിൽ ഒരാൾ കുടുംബാവശ്യങ്ങൾക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനായി കഷ്ടപ്പെടുന്നുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.